തുടക്കം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഇവരാരും ഇട്ടിട്ടില്ല, പക്ഷെ പല പോസ്റ്റുകളിലും ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് വരുന്നുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഫസ്റ്റ് ഡേ കളക്ഷൻ വേൾഡ് വൈഡ് ആണ് 6.66 കോടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. തുടക്കം സിനിമ 6.76 കോടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലോക സിനിമയെ കടത്തി വെട്ടിക്കൊണ്ട് തുടക്കം സിനിമ ഫസ്റ്റ് ഡേ കളക്ഷനിൽ മേളിൽ വന്നെന്നാണ് ഈ കാണിക്കുന്നത്. ഇത് പല നമ്മുടെ മോഹൻലാൽ ഫാൻസിൻ്റെ ഗ്രൂപ്പുകളിലുമാണ് ഇത് വരുന്നത്. സത്യം പറയാനുണ്ടെങ്കിൽ ഇവന്മാരാണ് ഈ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ശാപം കേട്ടോ. കാരണം ഏതൊരു സിനിമ ഇറങ്ങിയാലും ഇപ്പം മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രണവിൻ്റെ ആയിക്കോട്ടെ, ഇപ്പം സിനിമയിലേക്ക് ആദ്യമായിട്ട് വിസ്മയുടെ സിനിമ ആയിക്കോട്ടെ, ഇവന്മാരാണ് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ ഇരുന്നുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അന്നേരം നമ്മുടെ ബുക്ക് മൈ ഷോയുടെ ഒരു സ്റ്റാറ്റസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കുക, ഓരോ സ്ഥലത്തെ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും വലിയ ഒരു ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും സിനിമയ്ക്കില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ആളുകൾ വരുന്നുണ്ട്. പോരാത്തതിന് ഈ സംഘികളുടെ കുത്തിക്കഴപ്പ് കാരണം ഈ സിനിമയ്ക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ഈ തള്ളിമറിക്കൽ, ഈ കുത്തലൊന്നും നീയൊന്നും കൊണ്ടുവരാതിരിക്കുക. കാരണം എന്തിനാണ് വെറുതെ ഈ സിനിമയെ വെറുതെ ഇങ്ങനെ നശിപ്പിക്കാൻ നിൽക്കുന്നത്? ഈ നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ വരുമ്പോൾ അത് കാണും, അത് വിജയിക്കും, ചിലപ്പോൾ കോടികൾ കയറും. അപ്പം ഞങ്ങളുടെ പടം മാത്രമേ ഇങ്ങനെ കോടികളിൽ ഇങ്ങനെ നിൽക്കാവൂ എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു അജണ്ട പോലെയാണ് ശരിക്കും പറയാൻ എനിക്ക് ഇവരുടെ പടങ്ങൾ കാണുമ്പോൾ തോന്നട്ടെ. എന്തായാലും ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഒരു ലാലേട്ടൻ ഭക്തൻ്റെ ഒരു രോധനം നമുക്കൊന്ന് കേട്ടുവെക്കാം. അവൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഒട്ടും കൊള്ളൂല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലാലേട്ടനെ ഇത്ര കുറച്ചായിട്ട് കണ്ടതിന് ഞാൻ ഒട്ടും കൂട്ട് നിൽക്കുന്ന ആളല്ല. ലാലേട്ടൻ ഇത്രയും വലിയ ലാലേട്ടനെ ഇങ്ങനെ ചെറുതാക്കിയതിനെ പറ്റി ഞാൻ കൂട്ടേ നിൽക്കൂല. ഫെമിനിസ്റ്റ് പടം ഫെമിനിസ്റ്റ് പടം ആരും കാണല്ലേ, എനിക്ക് അത്രേ പറയാം. കഥയുണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെ. ഇത്തിരി ഹൈപ്പിൽ വന്ന പടം തന്നെ. പക്ഷെ ലാലേട്ടനെ ഇത്രയും കുറച്ച് കളഞ്ഞതിനെ പറ്റി എനിക്ക് ഒരു അഭിപ്രായമില്ല. ലാലേട്ടനെ അങ്ങ് തരം താഴ്ത്തി കളഞ്ഞു. ഇങ്ങനെ ഒരു ഇത്രയും നല്ല നമുക്കറിയാം ലാലേട്ടനെ പറ്റി. ഇത്രയും വലിയൊരു മനുഷ്യനെ ഇത്രയും ചെറിയൊരു റോൾ എടുത്ത് സൈഡാക്കി കളഞ്ഞു. അതിന് ഞാൻ എങ്ങനെ പറയാൻ? അഭിനയമൊക്കെ ഉള്ള എല്ലാം ഓക്കെ, പക്ഷെ ഫെമിനിസ്റ്റ് പടം എനിക്ക് പിടിച്ചിട്ടില്ല. ഫെമിനിസ്റ്റ് പടം കണ്ടിരിക്കാൻ ഒറ്റ ടൈം വാച്ച് അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ വലിയതായിട്ട് ഒരു ഹൈപ്പില്ല, ഒന്നുമല്ല. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി സൂപ്പർ. പറയാ മോഹൻലാലിന്റെ മോളെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇതിൽ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ബെസ്റ്റ് മാർഷൽ ആർട്സ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. വളരെ നല്ല കാര്യമാണത്. നമ്മുടെ പെൺപിള്ളേരൊക്കെ ഇത് കണ്ട് വരട്ടെ, മുമ്പോട്ട് വരട്ടെ. ഒരു സിനിമ ലാലേട്ടന്റെ സിനിമ അല്ല, ഇത് വിസ്മയയുടെ സിനിമയാണ്. അപ്പൊ അതിനകത്തൊരു ഗസ്റ്റ് റോള് നമ്മുടെ ലാലേട്ടൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വരുന്ന സീൻ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, സിനിമ സത്യത്തിൽ ഇവൻ മോഹൻലാലിന്റെ പടമാണെന്നും പറഞ്ഞാണ്ടാണ് വന്ന് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ ലാലേട്ടന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ലാലേട്ടൻ ഭക്തൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറഞ്ഞിരിക്കുന്നത്. സത്യം പറയാം, ഇത് നല്ലൊരു കുടുംബ ചിത്രമാണിത്. വലിയ ഹൈപ്പുള്ള സിനിമയൊന്നും അല്ലെങ്കിലും നല്ലൊരു കുടുംബ ചിത്രമാണ്. നല്ലൊരു മെസ്സേജ് നൽകുന്നുണ്ട്. പിന്നെ ആശിഷ് ആൻ്റണിയുടെ പെർഫോമൻസ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് പുള്ളി ഇതിനകത്ത് കസറിയിട്ടുണ്ട് കേട്ടോ. കസറി എന്ന് പറഞ്ഞാൽ പീക്കാണ് പുള്ളി. ഭയങ്കര റേഞ്ചിലാണ് ആ സാധനം പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത്. കിട്ടില്ല സാധനമാണ്. ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവസാനത്തെ ഇതിൽ മാത്രം ഒരു ഡയലോഗ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്നത് ഇവരുടെ ഫൈറ്റ് തന്നെയാണ്. രണ്ടുപേരുടെയും ഈ ആശിഷിൻ്റെയും അതുപോലെ തന്നെ വിസ്മയുടെയും ഫൈറ്റ് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. ഇത് എന്താ പറയുക, പെൺകുട്ടികൾക്ക് ഒരു വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ സിനിമ. അപ്പം അത്യാവശ്യം സിനിമ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ തള്ളിമറിച്ച് ഇവന്മാരുടെ ഒരു ശാപമാണിത്. ഏത് സിനിമ ഇറങ്ങിയാലും, ഇനിയിപ്പോൾ പൊട്ടപ്പടമാണെങ്കിൽ പോലും ഇറങ്ങിയാൽ ഉടനെ അത് ബാക്കിയുള്ള എല്ലാ സിനിമകളുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് 1ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് പറയും. ഇപ്പം ആകെ 2 ദിവസമാണ്, ഇന്ന് 3ാം ദിവസമാണ്. ഞായറാഴ്ചത്തെ ബുക്കിംഗ് സ്റ്റാറ്റസാണ് ഞാൻ നിങ്ങളെ ബുക്ക് മൈ ഷോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. മറ്റുള്ള സിനിമകൾ വന്നതുപോലുള്ള ഒരു വലിയൊരു ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും സിനിമയ്ക്കില്ല. പക്ഷേ എങ്കിലും സിനിമ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഇപ്പം ഈ എന്തിനാണ് ഇങ്ങനെ ഈ തള്ളിമറിച്ച് ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാൽ ഫാൻസിൻ്റെ ഒരു ശാപം തന്നെ വരും കേട്ടോ. അതല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. എന്താണെങ്കിലും സിനിമ അടിപൊളിയാണ്. സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കുടുംബമായിട്ട് പോയി കാണേണ്ട സിനിമയാണ്. നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുക തന്നെ ചെയ്യണം. വിസ്മയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ താഴെ വരുന്നത്. അപ്പോൾ ഈ മെസ്സേജ് ഇടുന്നവന്മാർ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക, നീയൊക്കെ എങ്ങനെയാണെന്ന് കണ്ണാടിക്കകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയെക്കുറിച്ചിട്ട് സിനിമയുടെ അഭിപ്രായം പറയും. പക്ഷേ ഇന്നേ വരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ഒരാളുടെ, ഒരു നടൻ്റെ ആയിക്കോട്ടെ, ഒരു നടിയുടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ല. സിനിമയെക്കുറിച്ച് പറയും. അങ്ങനെ ബോഡി ഷേമിങ് ചെയ്ത് പറയുന്ന ഒരാളാണ് കോക്ക് എന്ന ഒരു തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ
ഇത് ശരിക്കും പറഞ്ഞാണല്ലോ വളരെ മോശം, മലയാളികളെ പറയിപ്പിക്കുന്നതാണ് വേണ്ടി ഉണ്ടായിട്ടുള്ള മരവാഹനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.